നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരിക്കൽ കോവിഡ് ബാധയുണ്ടായി. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സമൂഹമാധ്യമങ്ങൾ നോക്കിയപ്പോൾ വിവിധ ഇതുപോലെ ജിഹാദി രാജ്യദ്രോഹ ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഇയാളുടെ മരണത്തിന് വേണ്ടി പ്രത്യേക ദുആ ചെയ്യുന്നു, ഇയാൾ ഉടൻ മരിച്ചു പോകണം, ഇയാൾ ഇനി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇയാൾ ഇവിടെ തീരണം എന്ന് തുടങ്ങിയ പ്രാർത്ഥനകളും പോസ്റ്റുകളും ധാരാളം കണ്ടത് ഓർക്കുന്നു. ഞാനന്ന് മറ്റൊരു മാധ്യമത്തിലാണ് അത് വെച്ചുകൊണ്ടന്നൊരു വാർത്ത നമ്മൾ ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയായാലും മോട്ടാഭായ് എന്ന് പറയുന്ന അമിത്ഷാ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ കൂടുതൽ സംഘടിത ശക്തിയോടെ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. ഇത്രയും വർഷങ്ങളായി അദ്ദേഹം ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ചാണക്യൻ എന്ന് പറയുന്നത് അമിത്ഷാ തന്നെയാണ്. യാതൊരു തർക്കവും അതിനകത്തില്ല. ഇത്രയും കാലം ഓരോ സംസ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകും. ഓരോ മേഖലകളിലും അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സാമൂഹ്യ ചിന്തകളും ബോധവും മതവും വിശ്വാസവും രാഷ്ട്രീയവും എല്ലാം പരിഗണിച്ചുകൊണ്ട്, പ്രായവും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഹോംവർക്ക് നടത്തുന്നു. ആ ഹോംവർക്കിൻ്റെ ബേസിൽ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. ബംഗാളിലും അദ്ദേഹം അതുതന്നെയാണ് ചെയ്തത്. കേരളത്തിലും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത്തരത്തിൽ ഒരു ഹോംവർക്ക് ചെയ്ത് ഒരു റിപ്പോർട്ട് സെറ്റ് ചെയ്ത് ഇവിടെ ആവിഷ്കരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിയില്ല. എന്നാലും എന്തൊക്കെയോ ഇത്തവണ കരുതിക്കൂട്ടി അദ്ദേഹം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളവും പിടിച്ചെടുക്കും എന്നുള്ള വാശിയിൽ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയായിപ്പോയി കേരളം എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു സെറ്റ് ബാക്കാണ്. അത് അദ്ദേഹം തവണ മറികടക്കും എന്ന് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബംഗാളിൽ ഇനി വരാൻ പോകുന്ന പഞ്ചാബിൽ 63 MLA-മാർ, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു, 63 MLA-മാരെ പൊക്കിയെടുത്ത് ആം ആദ്മിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഇടാനുള്ള എല്ലാ നീക്കങ്ങളും സെറ്റായി കഴിഞ്ഞു. അതോടുകൂടി പഞ്ചാബും BJP-യുടെ കീഴിലാകും. രാഘവ് ചദ്ദയെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടും രാഘവ് ചദ്ദ പറയുന്നത് പോലെ 7 പേർക്ക് ഒരുമിച്ച് തെറ്റുപറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ട നേതാക്കൾ MP-മാരൊക്കെ തന്നെ ആം ആദ്മിയിൽ നിന്ന് ഇങ്ങോട്ട് BJP-യിലേക്ക് വന്നതിൻ്റെ ആ ഒരു പ്രതികരണമായിരുന്നു അത്. അപ്പം മോട്ടാഭായ്ക്ക്, അമിത്ഷാജിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. അദ്ദേഹം ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും, ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അതിനകത്ത് ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ടായിരിക്കും, ഒരു രാഷ്ട്രീയമായ ഗവേഷണമുണ്ടായിരിക്കും, ഒരു രാഷ്ട്രീയമായ പരീക്ഷണമുണ്ടായിരിക്കും. ശക്തമായ, നമ്മളാരും ചിന്തിക്കാത്ത തരത്തിൽ, സാധാരണ ജനങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ ഒരു അതിശക്തമായ നീക്കം അതിനകത്ത് ഉണ്ടായേക്കാം. അതാണ് മോട്ടാഭായ് എന്ന അമിത്ഷാ. അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, അദ്ദേഹം ആശുപത്രിക്ക് പുറത്തിറങ്ങരുത് എന്ന് കരുതിയവർ, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ എവിടെ പോയി? മരണവും ജീവിതവുമൊക്കെ അതൊക്കെ ഈശ്വര നിശ്ചയമാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അടുത്ത ശ്വാസം നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും, അടുത്ത നിമിഷം നമ്മുടേതാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നത്, അതായത് രാജ്യദ്രോഹ നടപടികൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനും ഇന്ത്യയെ തന്നെ വികസനത്തിൻ്റെ പുരോഗതിയുടെ പാതയിലൂടെ കൈപിടിച്ച് നടത്താനും ശ്രമിക്കുമ്പോൾ, ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ, അത് രാഷ്ട്രീയമായിക്കോട്ടെ എങ്ങനെയും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, BJP രാഷ്ട്രീയമുണ്ട്, ഉറപ്പാണ്, സംഘപരിവാർ രാഷ്ട്രീയമുണ്ട്, എല്ലായിടത്തും സംഘപരിവാർ BJP-യും തന്നെ, അല്ലെങ്കിൽ BJP പ്രസ്ഥാനങ്ങളും NDA പ്രസ്ഥാനങ്ങളും ജയിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. മോട്ടാഭായ് തന്ത്രങ്ങൾക്ക് തടയിടാൻ KC വേണുഗോപാൽ പറയുന്നത് പോലെ, മോദിയുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കും എന്ന് പറയുന്നത് പോലെ അമിത്ഷായുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കും എന്ന് KC വേണുഗോപാൽ ഒന്ന് ചുമ്മാ പറഞ്ഞു നോക്കൂ, അദ്ദേഹം അതിന് മറുപടി പറയും.